മോളെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം രാധമ്മേ? ടെൻഷൻ ആക്കാതെ പറയേ. അയൽക്കൂടത്തിന്റെ മീറ്റിംഗിന് വന്നപ്പോ ആ രുക്മിണി എന്തോ ഇവിടെ കുഴിച്ചിട്ടു. ചാനലുകളിൽ വന്നിരുന്ന് എന്റെ അച്ഛനെ അപമാനിച്ചതിനും ചീത്ത പറഞ്ഞതിനുള്ള മറുപടിയാ ഈ തെരഞ്ഞെടുപ്പ്. താൻ സർവ്വസന്നാഹങ്ങളുമായി കാത്തിരുന്നു ഇലക്ഷനെ നേരിടാൻ. ആനന്ദംപിള്ള ഇലക്ഷനെ നേരിട്ടാൽ അതിലേ വിജയം കണ്ടേ മടങ്ങൂ. താൻ ഇലക്ഷനെ നേരിടുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പാഴൂർ പടിപ്പുരയിലൊന്നും പോകേണ്ട കാര്യമില്ല. താൻ ആരാണെന്നും താൻ എന്തൊക്കെ ചെയ്യുമെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ബാക്കിയെല്ലാം അങ്കത്തട്ടിൽ. എന്തായാലും ഋതിക മഹാദേവവർമ്മയുടെ കൊച്ചുമകളും പ്രതാപവർമ്മയുടെ മകളും തന്നെ. സംശയമില്ല, വാക്കു പാലിച്ചു. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വർമ്മ പറന്നു വരാൻ കാരണക്കാരി തന്നെ ഈ മോള് തന്നെയാ. വരുന്ന ഇലക്ഷനില് ഞങ്ങൾ ജയിക്കും. ജയിക്കുമ്പോ പണ്ട് എന്നോട് വെല്ലുവിളിച്ചതുപോലെ നിങ്ങളുടെ ഈ പാതി മീശ എടുത്തു കളയാൻ തയ്യാറാണോ? അതിന് ഈ അനന്തംപിള്ളയുടെ പാർട്ടി തോക്കില്ലല്ലോ. 38 MLA-മാരുള്ള എന്റെ പാർട്ടി എങ്ങനെ നോക്കാനാ? തോറ്റാലുള്ള കാര്യം ഞാൻ ചോദിച്ചത്. തോറ്റാലേ പകുതി മീശയല്ല, ഫുൾ മീശ ഞാൻ അങ്ങെടുക്കും. തലയും മുട്ടയടിക്കും. ഈ അനന്തംപിള്ളേ വാക്കു പറഞ്ഞാലത് വാക്കാ. എന്നാ നിങ്ങൾ മുട്ടയടിക്കാൻ തയ്യാറായിക്കോ. ഓ വാച്ച രാജുവാ. ഒരു ഫിനിഷിംഗ് കിട്ടുന്നില്ലല്ലോ. വേറെ വരച്ചു നോക്കാം. എന്ത് പറ്റി എന്റെ ഋതുമോക്ക്? എന്താ ഒരു ടെൻഷൻ? രാജു, ഞാൻ നമ്മുടെ പാർട്ടിയുടെ സിമ്പിൾ ഡിസൈൻ ചെയ്യാം. എത്ര വരച്ചിട്ടും എനിക്കങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഇതിനെന്താ കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. രാധമ്മയാണല്ലോ. രാധമ്മേ, മോളെ, രാധമ്മയ്ക്ക് എന്തോ ടെൻഷനുണ്ട്, എന്തോ പ്രശ്നമുള്ളതുപോലെ. ചോദിക്കേ. എന്താ രാധമ്മേ? എന്തോ ഒരു ടെൻഷൻ പോലെ. ഞാൻ സ്പീക്കറിലിടാം. മോളെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം രാധമ്മേ? ടെൻഷൻ ആക്കാതെ പറയേ. അയൽക്കൂടത്തിന്റെ മീറ്റിംഗിന് വന്നപ്പോ ആ രുക്മിണി എന്തോ ഇവിടെ കുഴിച്ചിട്ടു. ഹരീഷ് വന്ന് വഴക്കുണ്ടാക്കുമെന്ന് എന്റെ പേടി. ഹരീഷും രതീഷും ഒന്നും അല്ല പ്രശ്നം. രുക്മിണിക്ക് പലിശ പിരിക്കുന്ന ഗുണ്ടകളുണ്ട്. അവൾ അവന്മാരെ ഇറക്കും. അതില് ചൂണ്ട റഷീദെന്നും പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ പ്രിയയുടെ പെടലിക്ക് ചൂണ്ടയിടുവെന്നാ എന്റെ പേടി. രാധമ്മേ, ആ രുക്മിണി വീട്ടിൽ കയറി വൃത്തികേട് കാണിച്ചിട്ടാ പ്രിയ ചേച്ചി അടിച്ചത്. പ്രിയേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഉറപ്പായി അവരടിക്കും.
ടെൻഷൻ ആവാതെ രാധമ്മേ, ഒന്നും ഉണ്ടാവില്ല. ഇന്നിനി എന്തായാലും രാത്രി അവൻ വരില്ല. അഥവാ അവൻ വന്ന പ്രിയച്ചോട് അപ്പ തന്നെ ഞങ്ങളെ വിളിക്കാൻ പറയണം. ശരി മോളെ. അമ്മ ടെൻഷൻ അടിക്കാണ്ടിരിക്കെ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. രാത്രി അവനെങ്ങാനും വന്ന ഉടനെ എന്നെ വിളിക്കണം. ഇതവൻ എവിടെ പോയി കിടക്കുന്നു? കുറെ നേരം ആയല്ലോ. അവൻ വരുമ്പോഴേ കൊളുത്തി കൊടുക്കണം. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ അവക്ക് രണ്ടാട്ടി. അവര് പെങ്കോന്തനാ. ഞാൻ പറയുന്നതൊന്നും അവൻ വിശ്വസിക്കൂല. ഭാര്യ പറയുന്നതാ വേദവാക്യം. ഹരീഷ് വരുമ്പോ എന്തായാലും രുക്മിണി ഇത് പറഞ്ഞു കൊടുക്കും. പൊടുപ്പും തൊങ്ങലും വെച്ചായിരിക്കും അവള് പറഞ്ഞു കൊടുക്കുക. രുക്മിണി ചെയ്താരൊന്നും അവള് പറയില്ല. ഇവള് അടിച്ച കാര്യം മാത്രമേ പറയൂ. സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ ഹരീഷ് എരച്ചു കയറി വരും ഇങ്ങോട്ട് വഴക്കിന്. അവനിങ്ങോട്ട് അരച്ചു വരച്ചടി. അതിനാ നിനക്കെന്താ? അമ്മയുടെ വർത്താനം കേട്ടാത്തൊന്നും തെറ്റ് ചെയ്തത് ഞാനാണെന്ന്. ഈ മര്യാദ കേട് കാണിച്ചവരെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എടി, നീ ചെയ്തത് ശരിയാ. അത് പോരാന്ന എന്റെ അഭിപ്രായം. ഇടിച്ചവളുടെ കൈയോടിക്കണായിരുന്നു. ജയൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. അവൻ ഇവളോട് വഴക്കുണ്ടാക്കുമെന്ന് എന്റെ പേടി. എടി, എനിക്ക് നിനക്ക് ഇവള് കുട്ടിയാ, സമ്മതിച്ചു. പക്ഷേ ഇവള് 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാ. അതെന്തടി നീ ഓർക്കാത്ത? അവർക്ക് രണ്ടുപേർക്കും കാര്യപ്രാപ്തിയുള്ളതാ. അവര് ഭാര്യ ഭർത്താവുക. അവരുടെ കാര്യം അവര് മാനേജ് ചെയ്തോളും. നമ്മളതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ രുക്മിണിയെ തല്ലിയത് എന്തിനാണെന്ന് വ്യക്തമായിട്ട് ജയേട്ടൻ അറിഞ്ഞ പിന്നെ ജയേട്ടൻ വഴക്കൊന്നും പറയില്ല. എന്നെ വിറ്റ കാശ് പോക്കറ്റിൽ ഇട്ടോണ്ടാ അവൻ വരുന്നത്. അയ്യോ പ്രേതം! എവര് വരുന്നു? കിടന്നലറാതടാ. ഞാൻ പ്രേതം തന്നെയാ. നിന്റെ അമ്മ അമ്മിണി പ്രേതം. ഈ അമ്മിണി പിച്ചാച്ചെന്തിനാ പമ്മി ഇവിടെ നിൽക്കുന്നത്? പമ്മി നിൽക്കുന്നത് നിന്നെ രഹസ്യമായിട്ടൊന്ന് കാണാൻ തന്നെയാ. ഒരു വിവരം ആദ്യമേ പറയാം. എന്റെ ഭാര്യയുടെ പേര് പാരം വയ്ക്കാനായിരിക്കും. എടാ, നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ എന്നോട് ഒരു വില ഇപ്പോ ഇല്ല. ഓ, അത് പോട്ടെ, അതെന്റെ വിധി. കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. ഉള്ളത് പറഞ്ഞാൽ നിനക്ക് അസ്ഥിക്ക് പിടിക്കില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ പറയേണ്ടത് പറയേണ്ടടുത്ത് പറഞ്ഞാ ഈ അമ്മിണിക്ക് ശീലം.